ഹായ് സ്റ്റുഡൻസ്, വീലേൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ റിഫ്ലക്സീവ് റിലേഷൻ, സിമെട്രിക് റിലേഷൻ, ട്രാൻസിറ്റീവ് റിലേഷൻസിൻ്റെ എക്സാമ്പിൾസ് ആണ് ചെക്ക് ചെയ്യുന്നത്. നമുക്ക് രണ്ട് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. Let A equal to set 1, 2, 3, 4, 5, 6. A എന്ന സെറ്റ് തന്നിട്ടുണ്ട്. 1, 2, 3, 4, 5, 6. Define a relation R from A to A, which is defined as R equal to set of all ordered pair A, B such that B equal to A plus 1. അങ്ങനെയാണെങ്കിൽ ഈ പ്രോബ്ലത്തിന്റെ പ്രത്യേകത എ എന്ന സെറ്റ് തന്നിട്ടുണ്ട് 1, 2, 3, 4, 5, 6. ഡിഫൈൻ എ റിലേഷൻ ആർ ഫ്രം എ ടു എ. അതായത് ആർ എന്ന റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എ എന്ന സെറ്റിൽ നിന്ന് എ എന്ന സെറ്റിലേക്കാണ്. വിച്ച് ഇസ് ഡിഫൈൻഡ് ആസ് ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓർഡർ പെയർ എ, ബി സച്ച് ദാറ്റ് ബി ഈക്വൽ ടു എ പ്ലസ് 1. നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇത് റിഫ്ലക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ ചെക്ക് ചെയ്യണം. ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ ചെക്ക് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, എയറോ ഡയഗ്രാം വരക്കാം. എയറോ ഡയഗ്രാം ഇറ്റ് ഇസ് എ വിഷ്വൽ റെപ്രസെന്റേഷൻ ഓഫ് ദ റിലേഷൻ. 1, 2, 3, 4, 5, 6 എ എന്ന സെറ്റ് ചെയ്യുന്നു. അടുത്തതും എ തന്നെ 1, 2, 3, 4, 5, 6 എഴുതി എ എന്ന സെറ്റ്. ആർ ഇസ് റിലേഷൻ ഡിഫൈൻ ഫ്രം എ ടു എ. ആർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ബി ഈക്വൽ ടു എ പ്ലസ് 1 എന്നാണ്. അപ്പൊ നമ്മൾ പ്രോബ്ലത്തിലേക്ക് നോക്കുമ്പോൾ ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓർഡർഡ് പെയർ എ, ബി സച്ച് ദാറ്റ് ബി ഈക്വൽ ടു എ പ്ലസ് 1. ഇതാണ് നമ്മുടെ റിലേഷൻ. അപ്പൊ മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം, എ എന്ന എലമെന്റ് വരേണ്ടത് ആദ്യത്തെ സെറ്റിൽ നിന്നാണ്, ബിക്ക് കിട്ടുന്ന വാല്യൂസ് രണ്ടാമത്തെ സെറ്റിലാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കോളംസ് ഫോം ചെയ്യുമ്പം ഇവിടെ എ എന്ന് എഴുതാം, ഇവിടെ ബി എന്ന് എഴുതാം. എക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഫസ്റ്റ് സെറ്റിലാണുള്ളത്. എക്ക് 1 എടുക്കുമ്പം ബിയുടെ വാല്യൂ 1 + 1 2 ആയി. 1 കൊടുക്കുമ്പം 2, 1 കൊടുക്കുമ്പം 2. ഇനി 2 കൊടുക്കുമ്പോൾ 2 + 1 3 ആയി. 3 കൊടുക്കുമ്പോൾ 3 + 1 4 ആയി. 4 കൊടുക്കുമ്പോൾ 4 + 1 5 ആയി. 5 കൊടുക്കുമ്പോൾ 5 + 1 6 ആയി. 6 കൊടുക്കുമ്പോൾ 7 ആകുന്നതുകൊണ്ട് 7 സെക്കൻഡ് സെറ്റിൽ ഇല്ലാത്തതുകൊണ്ട് 6 എന്ന വാല്യൂ കൊടുക്കാൻ പറ്റില്ല. നമുക്ക് 6 എന്ന വാല്യൂ എക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, ഈ തന്നിരിക്കുന്ന റിലേഷൻ സെറ്റ് ബിൽഡർ ഫോമിലാണ്. അതിനെ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പം ആർ ഈക്വൽ ടു സെറ്റ് എക്ക് 1 കൊടുക്കുമ്പം ബി വാല്യൂ 2, 2 കൊടുക്കുമ്പം 3, 3 കൊടുക്കുമ്പോൾ 4, 4 കൊടുക്കുമ്പോൾ 5, 5 കൊടുക്കുമ്പോൾ 6. അപ്പോൾ മനസ്സിലാക്കുക, നമ്മുടെ റിലേഷൻ ആർ ഡിഫൈൻ ചെയ്തു 1, 2, 2, 3, 3, 4, 4, 5, 5, 6. 1, 2, 2, 3, 3, 4, 4, 5, 5, 6. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റിഫ്ലക്സീവ് ആണെങ്കിൽ, ഒരു റിലേഷൻ റിഫ്ലക്സീവ് ആകണമെങ്കിൽ എ എന്ന സെറ്റിൽ നിന്ന് എ എന്ന സെറ്റിലേക്കാണ് ഡിഫൈൻ ചെയ്തതെങ്കിൽ ഓരോ എലമെന്റും അതിനോട് തന്നെ റിലേറ്റഡ് ആയിരിക്കണം. അതായത് 1, 1 ഉണ്ടായിരിക്കണം, 2, 2 ഉണ്ടായിരിക്കണം, 3, 3 ഉണ്ടായിരിക്കണം, 4, 4 ഉണ്ടായിരിക്കണം, 5, 5 ഉണ്ടായിരിക്കണം, 6, 6 ഉണ്ടായിരിക്കണം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒന്നുമില്ല. 1, 1 ഇല്ല, 2, 2 ഇല്ല, 3, 3 ഇല്ല, ഒന്നുമില്ല. അപ്പോൾ നമുക്ക് പറയാം ഈ റിലേഷൻ എന്തല്ല, റിഫ്ലക്സീവ് അല്ല. അപ്പോൾ ഇനിയിപ്പം 1, 1, 2, 2, 3, 3, 4, 4, 5, 5 ഉണ്ട്. പക്ഷെ 6, 6 ഇല്ലെങ്കിൽ അതെന്തല്ല, റിഫ്ലക്സീവ് അല്ല. അത് മനസ്സിലാക്കുക, ഇവിടെ ഒന്നു പോലും ഇല്ല. അതുകൊണ്ട് നമുക്ക് പറയാം here R is not reflexive. നമ്മളൊരു എക്സാമ്പിൾ കൊടുത്താൽ മതി. Since 1, 1 does not belongs to R. R എന്ന റിലേഷനിൽ എന്തില്ല, 1, 1 ഇല്ല. ഇനി നിങ്ങൾ 2, 2 കൊടുത്താലും കുഴപ്പമില്ല, 3, 3 കൊടുത്താലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് പറയാം here 1, 1 does not belongs to R. Therefore we can say that here R is not reflexive. ഇനി സിമെട്രിക് നേച്ചർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എ ബി ഉണ്ടെങ്കിൽ എന്തുണ്ടാവണം, ബി എ ഉണ്ടാവണം. അപ്പൊ മനസ്സിലാക്കുക, എ ബി ഉണ്ടെങ്കിൽ എന്തുണ്ടാവണം, ബി എ. അപ്പൊ ഇവിടെ നോക്കിയാൽ 1, 2 ഉണ്ട്, പക്ഷെ എന്തില്ല, 2, 1 ഇല്ല. ഇവിടെ 1, 2 ഉണ്ട്, എന്തില്ല, 2, 1 ഇല്ല. അതേപോലെ 2, 3 ഉണ്ട്, എന്തില്ല, 3, 2 ഇല്ല. അതേപോലെ 3, 4 ഉണ്ട്, എന്തില്ല, 4, 3 ഇല്ല. അപ്പൊ മനസ്സിലാക്കുക, ഈ റിലേഷൻ എന്തല്ല, സിമെട്രിക് അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ കൊടുത്താൽ മതി. നമുക്ക് എഴുതാം ഇവിടെ here R is not symmetric.
സിൻസ് 1 2 belongs to R but 2 1 does not belongs to R. അപ്പോൾ മക്കൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ സിമെട്രിക് നേച്ചർ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഈ റിലേഷൻ ആർ എന്തല്ല, സിമെട്രിക് അല്ല. കാരണം 1 2 ഉണ്ട്, എന്തില്ല, 2 1 ഇല്ല. 1 2 ഉണ്ട്, 2 1 ഇല്ല. 1 2 belongs to R but 2 1 does not belongs to R. 1 2 ഉണ്ട്, പക്ഷെ എന്തില്ല, 2 1 ഇല്ല. അടുത്ത് നമുക്ക് ട്രാൻസിറ്റീവ് നേച്ചർ നോക്കാം. ട്രാൻസിറ്റീവ് നേച്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസിറ്റീവ് നേച്ചർ നമ്മൾ പറഞ്ഞത് എ ബി, അതായത് മനസ്സിലാക്കുക മക്കളെ, എ ബിയും ബി സി ഉണ്ടെങ്കിൽ എന്ത് നോക്കണം, എ സി നോക്കണം. അതായത് മനസ്സിലാക്കേണ്ടത് 1 2 ഉണ്ട്, 2 3 ഉണ്ട്, പക്ഷെ എന്തില്ല, 1 3 ഇല്ല. അതായത് 1 2 ഉണ്ട്, 2 3 ഉണ്ട്, പക്ഷെ എന്തില്ല, 1 3 ഇല്ല. അതായത് എ ബി ഉണ്ട്, ബി സി ഉണ്ട്, പക്ഷെ എന്തില്ല, എ സി ഇല്ല. അപ്പൊ നമുക്ക് പറയാം ഈ റിലേഷൻ ആർ എന്തല്ല, ട്രാൻസിറ്റീവ് അല്ല. അപ്പൊ ഇവിടെ എഴുതുമ്പം ഹിയർ ആർ is not transitive since 1 2 belongs to R and 2 3 belongs to R but 1 3 does not belongs to R. 1 3 ഏതിലില്ല, ആർ ഇല്ല. അപ്പൊ ഈ റിലേഷന്റെ പ്രത്യേകത അത് റിഫ്ലക്സീവ് അല്ല, സിമെട്രിക് അല്ല, എന്തുമല്ല, transitive. This is an example for a relation which is neither reflexive nor symmetric nor transitive. ഇത് റിഫ്ലക്സീവ് അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല. അടുത്തൊരു എക്സാമ്പിളിലേക്ക് കടക്കാം. Let A equal to set 1, 2, 3, 4, 5. Define a relation R from A to A which is defined as R equal to set of all ordered pair x, y such that y equal to x. നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം ഇവിടെ ക്വസ്റ്റ്യനിൽ എക്സ് വൈ ബിലോങ്സ് ടു എ, എക്സും വൈ വരുന്നത് എയിൽ നിന്ന് തന്നെ. അപ്പൊ നമ്മുടെ പ്രോബ്ലം ഇതാണ്, ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 5. The relation is defined from A to A. എയിൽ നിന്ന് എയിലേക്കാണ് റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആസ് യൂഷ്വൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ എറോ ഡയഗ്രാം വരക്കാം. ഇവിടെ 1 2 3 4 5 കൊടുത്തു. അടുത്ത് നമ്മൾ എഴുതി 1 2 3 4 5 എഴുതി. എയിൽ നിന്ന് എയിലേക്ക് തന്നെയാണ് റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ റിലേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് y equal to x. അപ്പൊ നമ്മൾ ഇതിനെ മാറ്റി എഴുതുമ്പം, ഇവിടെ നമുക്ക് മാറ്റി എഴുതുമ്പം R equal to set of all ordered pair x, y such that y equal to x, x, y belongs to A. x എന്ന എലമെന്റ് ഫസ്റ്റ് സെറ്റ് എന്ന് വരണം, y എന്ന എലമെന്റ് സെക്കൻഡ് സെറ്റിലായിരിക്കണം. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ y equal to x ആയതുകൊണ്ട് നമുക്ക് കോളം ഫോം ചെയ്യാം. കോളം ഫോം ചെയ്യുമ്പം ആദ്യത്തെ കോളത്തിൽ x കൊടുക്കാം, രണ്ടാമത്തേൽ y കൊടുക്കാം. അപ്പൊ എക്സിന് 1 കൊടുത്താൽ y വാല്യൂ അത് തന്നെ 1. അപ്പൊ 1 കൊടുത്താൽ 1 തന്നെ, 2 കൊടുത്താൽ 2 തന്നെ, 3 കൊടുത്താൽ 3 തന്നെ, 4 കൊടുത്താൽ 4 തന്നെ, 5 കൊടുത്താൽ 5 തന്നെ, 5 കൊടുത്താൽ 5 തന്നെ. കാരണം എക്സിന് ഏത് വാല്യൂ കൊടുത്താലും y വാല്യൂ അത് തന്നെ. അപ്പൊ നമുക്ക് ഇതിനെ റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലർ ഫോം എഴുതുമ്പം R equal to 1 1 എഴുതാം, 2 2 എഴുതാം, 3 3 എഴുതാം, 4 4 എഴുതാം, അതേപോലെ 5 5 എന്ന് എഴുതാം. ഇവിടെ നോക്കുമ്പോൾ റിഫ്ലക്സീവ് ആണോ ചെക്ക് ചെയ്യാൻ വളരെ 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 എളുപ്പമാണ്. കാരണം എ എന്ന സെറ്റിൽ നിന്ന് എ എന്ന സെറ്റിലേക്കാണ് റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. എ എന്ന സെറ്റിലെ ഓരോ എലമെന്റും അതിനോട് തന്നെ റിലേറ്റഡ് ആണെങ്കിൽ നമുക്ക് എന്താണെന്ന് പറയാം, റിഫ്ലക്സീവ് ആണെന്ന് പറയാം. അപ്പൊ നമ്മൾ ഇവിടെ എഴുതുമ്പോൾ ഇവിടെ 1 1 2 2 3 3 4 4 5 5 ഉള്ളതുകൊണ്ട് we can say that here R is reflexive. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അതിന്റെ ഡെഫിനിഷൻ ആലോചിച്ച് നോക്കാം. ഡെഫിനിഷൻ ജനറൽ ആയിട്ട് എഴുതണം. അപ്പൊ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഹിയർ R is reflexive എന്ന് പറയുമ്പോൾ since A, A belongs to R for all A belongs to A.
എ എന്ന സെറ്റിലെ ഏതൊരു എലമെന്റ് എടുത്താലും അത് അതിനോട് തന്നെ റിലേറ്റഡ് ആണ്. അത് എനോട് തന്നെ റിലേറ്റഡ്. ദാറ്റ് ഈസ് 1 1നോട് റിലേറ്റഡ്, 2 2നോട് റിലേറ്റഡ്, 3 3നോട് റിലേറ്റഡ്, 4 4നോട് റിലേറ്റഡ്, 5 5നോട് റിലേറ്റഡ്. അപ്പം മനസ്സിലാക്കേണ്ടത് 1 2 3 4 5 എവിടെയുള്ള എലമെന്റാ? എയിലുള്ള എലമെന്റ്. അതാണ് ഫോർ ഓൾ എന്ന് പറഞ്ഞത്. അതായത് എ എന്ന സെറ്റിലെ ഓരോ എലമെന്റും അതിനോട് തന്നെ റിലേറ്റഡ്. 1 1 2 2 3 3 4 4 5 5. അത് നമ്മൾ സിമെട്രിക് നേച്ചർ നോക്കുമ്പോൾ സിമെട്രിക് എന്ന കൺസെപ്റ്റ് എ ബി ഉണ്ടെങ്കിൽ ബി ഉണ്ടാണ്. ഇവിടെ 1 1 നോക്കിയാൽ തിരിച്ചിട്ടാലും 1 1, 2 2 തിരിച്ചിട്ടാലും 2 2 തന്നെ, 3 3 4 4 5 5 തിരിച്ചിട്ടാലും അത് തന്നെ. അപ്പോൾ നമുക്ക് പറയാം ഇവിടെ 1 5 ഇല്ല, 1 3 ഇല്ല. 1 3 ഉണ്ടെങ്കിൽ എന്ത് നോക്കണം? 3 1 നോക്കണം. 1 5 ഉണ്ടെങ്കിൽ എന്ത് നോക്കണം? 5 1. അത് നോക്കേണ്ട ആവശ്യമില്ല. ആ 1 1 2 2 3 3 4 4 5 5 തിരിച്ചിട്ടാലും എന്ത് തന്നെ? അത് തന്നെ. അതുകൊണ്ട് നമുക്ക് പറയാം ഹിയർ ആർ ഈസ് സിമെട്രിക്. Since a comma b belongs to R implies b comma a belongs to R for all vanda for a comma b belongs to A. അതായത് എ ബി ഉള്ളതുമ്പോൾ എന്ത് നോക്കണം? എ ബി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് നോക്കണം? ബി എ നോക്കണം. എ സി ഉണ്ടെങ്കിൽ എന്ത് നോക്കണം? സി എ നോക്കണം. അത്രയേ ഉള്ളൂ. ഇനി ട്രാൻസിറ്റീവ് നേച്ചർ എന്ന് പറഞ്ഞാൽ എ ബിയും ബി സി ഉണ്ടെങ്കിൽ എന്ത് നോക്കണം? എ സി നോക്കണം. എ ബി ഉണ്ടാകണം. അതായത് നമ്മൾ എഴുതുമ്പം ഈ ട്രാൻസിറ്റീവ് നേച്ചർ മാത്രമാണ് കുറച്ച് പ്രയാസം വരുന്നത്. എ ബിയും ബി സി ഉണ്ടെങ്കിൽ എ സി ഉണ്ടായിരിക്കണം. ഇതാണ് ട്രാൻസിറ്റീവ് നേച്ചർ. അപ്പൊ ഇവിടെ നോക്കാനില്ല. 1,1 ഉണ്ട്, 1, എന്തോ ഇല്ല. 2,2 ഉണ്ട്, 2, എന്തോ ഇല്ല. 3,3 ഉണ്ട്, 3, എന്തോ ഇല്ല. 4,4 ഉണ്ട്, 4, എന്തോ ഇല്ല. 5,5 ഉണ്ട്, 5, എന്തോ ഇല്ല. അപ്പൊ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ട്രാൻസിറ്റീവ് നേച്ചർ എന്ന് വെച്ചാൽ എ ബിയും ബി എന്തോ ഉണ്ടാവണം. അതായത് എ ബിയും ബി എന്തോ ഉണ്ടെങ്കിൽ മാത്രമാണ് എ എന്തോ നോക്കേണ്ടത്. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. അതായത് എ ബിയും നമ്മളിവിടെ നോക്കിയാൽ സി എന്നത് ഇല്ല എന്ന് വിചാരിക്കുക. അതായത് ഇവിടെ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തു, ഇവിടെ ഞാൻ ശരി. അങ്ങനെയാണെങ്കിൽ എ ബി ഉണ്ട്, ബി എന്തോ ആണെങ്കിൽ എ എന്തോ നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ നോക്കട്ടോ. അപ്പൊ എ ബി ഉണ്ട്, ബി എന്തോ ഉണ്ടെങ്കിൽ മാത്രം എ എന്തോ നോക്കിയാൽ മതി. അല്ലെങ്കിൽ അതെന്താണ്? ട്രാൻസിറ്റീവ് ആണ്, നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്. എ ബി ഉണ്ട്, ബി എന്തോ ഉണ്ടെങ്കിൽ മാത്രമാണ് എ എന്തോ നോക്കണ്ടു. ഇല്ലെങ്കിൽ നോക്കണ്ട. അതെന്താണ്? ട്രാൻസിറ്റീവ് ആണ്. ട്രാൻസിറ്റീവ് അല്ല എന്നല്ല, ട്രാൻസിറ്റീവ് ആണ്. അപ്പൊ നമ്മൾ എഴുതുമ്പം ഹിയർ ആർ ഈസ് ട്രാൻസിറ്റീവ് സിൻസ് a, b belongs to R and b, c belongs to R implies a, c belongs to R. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ കിട്ടി. ഹിയർ ദ റിലേഷൻ ആർ ഈസ് റിഫ്ലക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ 2 എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്തു. റിഫ്ലക്സീവിനും സിമെട്രിക്കിനും ട്രാൻസിറ്റീവിനുമുള്ള 2 എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്തു. ബാക്കി വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് ഈ വീഡിയോസിനെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇക്വലൻസ് റിലേഷനാണ് ഡിസ്കസ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും നിങ്ങളുടെ വിലയേറെ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു.